ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ പ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ നമുക്കൊന്ന് കണ്ടുവന്നാലോ? ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അമ്മയുണ്ട് വോയിസ് ഓവറിന്. ഇപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അത്തപ്പൂക്കളം ഇടാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഓണം സദ്യയുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തലേ ദിവസം സ്റ്റാർട്ട് ചെയ്തതാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ ഗ്രാൻഡായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ റെഡിയായി. പിന്നെ നടന്നത് കുറച്ച് ഫോട്ടോഷൂട്ട്സാണ്. എല്ലാവരും കപ്പിൾസായിട്ടൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ വീട്ടിൽ വന്നിരുന്നു. വളരെ തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടെല്ലാം വിട്ടുപോയി. അങ്ങനെ ഇത് നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാവരും ഓണം ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. പല ക്യാമറമാനും പല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസാണ് അവർക്ക് കൊടുക്കുന്നത്. അവർ തന്നെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുകയാണ്, എങ്ങനെ ചെയ്യണം, എവിടെ നോക്കണം എന്നൊക്കെ ഉള്ളത്. അത് ശരിയാ, നമ്മൾ ആകെ കൺഫ്യൂസ്ഡായി പോയി. ഒരാൾ ഇങ്ങോട്ട് വെക്കാൻ മാറി നമ്മൾ അങ്ങോട്ട് വെക്കുക, അടുത്ത ആൾ ഇങ്ങോട്ട് വെക്കാൻ മാറി നമ്മൾ അങ്ങോട്ട് വെക്കും. കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും ഓണം ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റായി. എല്ലാവരും ഓൾറെഡി വിശപ്പായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം സദ്യ ഉണ്ണാനുള്ള വട്ടക്കൂട്ടിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അവസാനം നമ്മൾ ഇലയൊക്കെ ഇട്ടു. അങ്ങനെ ഓരോന്നായിട്ടെല്ലാം വിളമ്പാനൊക്കെ ആയിട്ട് തുടങ്ങി. തിരക്കായതുകൊണ്ട് ഒരു ഓണസദ്യ ഒരു ഇലയുടെ ഒരു ഫുള്ള് ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒത്തിരി കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ തമാശകളും ചിരികളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. അവസാനം ആദ്യം നമ്മൾ പിള്ളേർ സെറ്റിനെ ആദ്യം ഇരുത്തിയത്. കാര്യം ഓൾറെഡി അപ്പോൾ തന്നെ 2:30 കഴിഞ്ഞിരുന്നു. അവർ ആകെ വിശന്ന് ഉപ്പേരി വിളമ്പാൻ ആദ്യം വിട്ടുപോയി. അവസാനം കറികളൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ ഉപ്പേരിയുടെ കാര്യം ഓർത്ത് ആദ്യം ഇലയിൽ വിളമ്പണ സാധനം ഉപ്പേരിയാണ്. അങ്ങനെ അതുമൊക്കെ വിളമ്പി. എന്തായാലും ചോറ് ഇടണതിന് മുന്നേ തന്നെ ഉപ്പേരിയുടെ കാര്യം ഓർത്തു. ഒത്തിരി ലേറ്റായി പോയത് കാരണം ആകെ വിഷമിച്ചു പോയി ഞങ്ങൾ. പിന്നെ അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് വിളമ്പുന്നു, ഇടയ്ക്ക് തമാശകളൊക്കെ ശരിക്കും വരുന്നുണ്ട്. കളിയാക്കലുകളൊക്കെ ശരിക്കും കുറേ തമാശ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇപ്പോൾ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കുട്ടികൾക്കൊന്നും താഴെ ഇരിക്കാൻ വലിയ വശമില്ല, പണ്ടൊക്കെ ഇത് നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ. അവസാനം ഇവിടെ ഒരാൾ മുണ്ടുരിഞ്ഞു പോയിട്ട് മുണ്ട് ഉടുക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ്. കുട്ടികൾ കഴിച്ചായിരുന്നപ്പോൾ അമ്മമാരെല്ലാം കഴിക്കാൻ തുടങ്ങി. നിങ്ങളുടെയൊക്കെ ഓണസദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലുണ്ടാക്കിയതാണോ അതോ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണോ? കമൻറ്റ് ഡൗൺ ചെയ്യണേ. ഇനി ശരിക്കും ലൈക്ക് അടിച്ചോ? ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പൂക്കൾ നശിപ്പിച്ച്. കുട്ടികളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ശരിക്കും എൻജോയ് ചെയ്തു. ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുന്ന അവസരങ്ങളൊക്കെ വളരെ കുറവല്ലേ നമ്മളുടെ ഈ ദുബായ് ലൈഫിൽ. അതുകൊണ്ട് അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇട്ട പൂക്കളം ആദ്യം കണ്ടപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും അതിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം ആയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അങ്ങ് പറഞ്ഞു ഓക്കെ ശരിയെന്ന്. അങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ പൂക്കളം അങ്ങ് കളഞ്ഞോളാൻ പറഞ്ഞ കാരണം അവരങ്ങനെ കിട്ടിയ അവസരം അവർ പാഴാക്കില്ല. വീട് മുഴുവനും വലിച്ച് വാരി എറിഞ്ഞിട്ടുണ്ട്. അവസാനം അവർക്ക് തന്നെ പണി കൊടുക്കുകയും ചെയ്തു. വൃത്തികേടാക്കിയവർ തന്നെ ക്ലീനാക്കാനും പറഞ്ഞു. ഒരു ബ്രൂം എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. നല്ല രസമായിരുന്നു. പിള്ളേരെല്ലാവരും നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് മക്ലീന വിദ്യുത്തിൻ്റെ മേത്ത് കിടന്ന് കാണിക്കുന്ന പ്രകടനങ്ങളും എല്ലാവരും കണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു. അവസാനം പൂരപ്പറമ്പിൽ നിന്ന് ആനയും എത്തി ഓണാഘോഷിക്കാൻ ദുബായിൽ. മക്ലീനയാണ് ശരിക്കും അങ്ങ് ആഘോഷിച്ചത് ഓണം. 5 ബോയ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഗേളായിട്ട് അവളെ എല്ലാവരും കൂടെ കൊഞ്ചിച്ച് ആഹാരം പോലും കഴിക്കാതെ അങ്ങ് നടക്കുകയായിരുന്നു. അവസാനം ഇവിടെ വീണ്ടും ഓണക്കളി തുടങ്ങി. അടുത്തത് നമ്മൾ വടംവലിയാണ് കളിച്ചത്. വട ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലെ ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് നമ്മൾ വടംവലി കളിച്ച്. Okay. Ready,
റെഡി പിടിച്ചോ മുറുക്കെ പിടിക്ക റെഡി 1 നമ്മൾ ചെയ്യണത് കണ്ടുകൊണ്ട് മക്കളീനെ സഹിച്ചില്ല. പിന്നെ മക്കളീനെയും വടം വലിച്ചു. മക്കളീനെ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായില്ല. ഇവരെ വടം വലിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഈ വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ ബ്ലാങ്കറ്റിൽ അങ്ങ് തൂങ്ങിക്കിടക്കുമായിരുന്നു. അവസാനം ഞങ്ങളെല്ലാവരും കൂടെ മക്കളീനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമായിരുന്നു. ആ താഴെ വീണാലോ എന്ന് വിചാരിച്ച് എല്ലാവരും തലയിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. പക്ഷെ ആൾ ഭയങ്കര സ്പിരിറ്റിലായിരുന്നു. ആൾ ഒന്നും സംഭവിക്കാത്ത പോലെ വീണ്ടും വീണ്ടും ആ വടത്തേലേക്ക് കടിച്ചു തൂങ്ങുമായിരുന്നു. അവസാനം അത് കഴിഞ്ഞപ്പോൾ വലിയ ആൾക്കാരുടെ വടംവലിയായി. അതൊക്കെ വളരെ ഈസി ആയിട്ട് പുഷ്പം പോലെ വലിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഭയങ്കര ആക്ടിങ് ആണ്. ഫുൾ ആക്ടിങ് ആണ് ഇവർ കാണിക്കുന്നത്. സീരിയസ് ആയിട്ടൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. പല പല ആക്ഷൻസ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് എങ്ങും എങ്ങും എത്താത്തതുകൊണ്ട് രണ്ടുപേർക്കും കമൻസും പറയാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതെങ്ങും എങ്ങും എത്താത്തതുകൊണ്ട് അവസാനം രണ്ടുപേരും വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം ട്രൈ ചെയ്തു അവർ. പക്ഷെ ചിരിച്ചിട്ട് അവർക്ക് കളിക്കാൻ പറ്റില്ല. അടുത്തത് നമ്മൾ മ്യൂസിക്കൽ ചെയറാണ് കളിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് കുട്ടികളെല്ലാവരും കൂടെ കളിച്ച്. മ്യൂസിക്കൽ ചെയർ പിന്നെ വലിയവരാരും കളിച്ചില്ല. എല്ലാവർക്കും സദ്യ ഉണ്ടായതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്ത് എങ്ങനെ വന്നാലും. അതിന് വീണ്ടും അടുത്ത ട്രിപ്പ് വടംവലി. വീണ്ടും വടംവലി എന്ന കളിക്കുമായിരുന്നു. കുട്ടികൾ വേഴ്സസ് മെന്നായിരുന്നു അടുത്ത കളി. മെന്ന് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കുട്ടികളെ ഭയങ്കര ട്രൈ ചെയ്ത് എന്നിട്ടും പറ്റിയില്ല. എന്നാലും അവരൊട്ടും വിട്ടുകൊടുത്തില്ല. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും താഴെ വീണെങ്കിലും വലിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഫുൾ സ്ട്രോങ് ആയിരുന്നു. കുട്ടികളായാലും അവരൊട്ടും വിട്ടുകൊടുത്തില്ല. അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ മാക്സിമം ശക്തിയെടുത്ത് അവർ വലിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പല ആൾക്കാർ വീഴുകയും പല ആൾക്കാരുടെ പുറത്ത് വീഴുകയും തലയിടിക്കുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ മൈൻഡ് ചെയ്തില്ല. ഭയങ്കര സ്പിരിറ്റോടുകൂടി തന്നെ അവർ കളിച്ചു. അവസാനം വടത്തേൽ കൈയും കാലും ഒക്കെ ഇട്ട് തൂങ്ങിക്കിടക്കാൻ തുടങ്ങി. എന്നിട്ടും വിട്ടുകൊടുത്തില്ല. അവസാനം ഡിക്സിൽ തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നു. എല്ലാവരും ഇന്ന് ചിരിച്ച് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവരെ. ആർപ്പോ വിളിയും എല്ലാം ആയി അവസാനം ഡിക്സൺ തന്നെ വിട്ടുകൊടുത്തു. കുട്ടികൾ ബെഡ്ഷീറ്റും കൊണ്ടുപോകുന്നു. ഓണം എന്ന് പറയുന്നത് തന്നെ ഒത്തൊരുമയുടെ ഒരു ഉത്സവമാണല്ലോ. ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. എല്ലാവരും ഒത്തുകൂടി ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ. വളരെ സന്തോഷത്തോടെയുള്ള ഒരു ദിവസമായിരുന്നു. എല്ലാവരും ഒത്തിരി ചിരിക്കുകയും ഒത്തിരി സന്തോഷിക്കുകയും ചെയ്തൊരു ദിവസമായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം 2024 ഓണാഘോഷം ഞങ്ങൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂഷൻ ഇല്ലാതെയൊക്കെ തോന്നുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്ക് വിട്ടുപോയി. അവസാനം ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണുക. ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ഓണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ആൻഡ് ഷെയറിങ് ചെയ്യാനും മറക്കല്ലേ. See you until the next video. Bye.